ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെന്റ് ഫേസസ് ഓഫ് എ കമ്പൈലർ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു സോഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതിന് നമ്മൾ ഈ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദ കമ്പൈലറിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഫൈനലി ലാസ്റ്റ് ഫേസ് കഴിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം കിട്ടും. അപ്പൊ ഓരോ ഫേസ് കഴിയുന്ന സമയത്തും നമുക്ക് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന്റെ ഫോർമാറ്റ് മാറി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഇന്റർമീഡിയറ്റ് ഫോർമാറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓരോ ഫേസിന്റെ ഇൻപുട്ട് എന്താണ്, ഓരോ ഫേസ് കഴിയുമ്പോഴും നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷൻസ് നടക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അല്ലാത്ത എക്സാംസ് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെങ്കിലും ഫേസസ് ഓഫ് എ കമ്പൈലർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ഓൾമോസ്റ്റ് ഓൾ ദ എക്സാംസിന് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എക്സാമിന് വരുന്ന സമയത്ത് ഫേസസ് ഓഫ് എ കമ്പൈലർ അലോങ് വിത്ത് ദ എക്സാമ്പിൾ ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ സംടൈംസ് ആ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. അതല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണം നമ്മൾ ഫേസസ് ഓഫ് ദ കമ്പൈലർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ ഫേസസ് ഓഫ് ദ കമ്പൈലർ അലോങ് വിത്ത് എക്സാമ്പിൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ വീഡിയോ ഐ ഹാവ് എ കൈൻഡ് റിക്വസ്റ്റ്. ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബിക്കോസ് സബ്സ്ക്രൈബേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് ഡിഫറെന്റ് ഫേസസ് ഓഫ് എ കമ്പൈലർ. ഇപ്പൊ 6 ഫേസസ് ആണ് കമ്പൈലറിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലെക്സിക്കൽ അനലൈസർ, സെക്കൻഡ് ദ സിന്റാക്സ് അനലൈസർ, third one is the semantic analyzer, fourth one intermediate code generator, fifth one code optimizer, and finally the last one is code generator. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് ആയ ലെക്സിക്കൽ അനലൈസറിലോട്ട് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഈ ലെക്സിക്കൽ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡിഫറെന്റ് ഫോർമാറ്റിലായിരിക്കും നമ്മളുടെ സോഴ്സ് പ്രോഗ്രാം കിട്ടുന്നത്. അത് കഴിഞ്ഞ് സിന്റാക്സ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫോർമാറ്റ് പിന്നെയും മാറും. അങ്ങനെ നമ്മൾ ഓരോ ഫേസിലൂടെ പാസ് ചെയ്യുമ്പോഴും നമ്മളുടെ ഈ സോഴ്സ് പ്രോഗ്രാം അതിന്റെ ഫോർമാറ്റ് മാറി 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 ഫൈനലി 6th ഫേസ് ആയ കോഡ് ജനറേറ്റർ കഴിയുമ്പോൾ കോഡ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം, അതായത് ലോ ലെവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ ഓരോ ഫേസിലും നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ആ ഫേസിൽ എന്താണ് ചെയ്യുന്നത്, ഫൈനലി ആ ഫേസിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഫേസ് ലെക്സിക്കൽ അനലൈസറിലോട്ട് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ ഇൻപുട്ട് കൊടുത്തു. ഇനി ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സിന്റാക്സ് അനലൈസറിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ ഫേസും പാസ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഫേസും 1 by 1 ആയിട്ട് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു ലെക്സിക്കൽ അനാലിസിസ്. ഇപ്പൊ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ ആണ്. ഓക്കെ, അതേപോലെ ഈ ലെക്സിക്കൽ അനാലിസിസിന് വേറെ 2 പേരും കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്കാനിങ്. ലെക്സിക്കൽ അനാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാനിങ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ടോക്കനൈസേഷൻ. അതിന്റെ റീസൺ എന്താന്നുള്ളത് നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ കയ്യിൽ ഒരു ലെക്സിക്കൽ അനലൈസർ ഉണ്ടായിരിക്കും. അതിലോട്ട് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എന്താണ് നമ്മളുടെ ഇൻപുട്ട്? നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ സോഴ്സ് പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് പ്രോഗ്രാം ആണ് നമ്മളുടെ ലെക്സിക്കൽ അനലൈസറിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഈ സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ. സിംബൽസും നമ്പേഴ്സും ആൽഫബറ്റ്സും പങ്ക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്. ഇനി ഈ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിൽ നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക? നമുക്ക് കിട്ടാൻ പോണ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ടോക്കൻസ്. അപ്പൊ നമ്മൾ ഈ ടോക്കൻസ് അതുപോലെ ലെക്സിംസ് പാറ്റേൺസ് ഇത് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. 3 മാർക്സിനൊക്കെ പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. അതപ്പോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോയിൽ കാണാം. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഫേസസ് ഓഫ് എ കമ്പൈലർ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ടോക്കൺസ് എന്താന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഴ്സ് പ്രോഗ്രാം കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഹോൾ പ്രോഗ്രാം കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ കാട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ. പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60.
അപ്പൊ ഇത് നമ്മളുടെ ഇൻപുട്ട് പ്രോഗ്രാമിലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈലറിന്റെ എല്ലാ ഫേസസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫേസ് ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്ട്രീം ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാം. ഇതിൽ എന്താ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നതാണ്. പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ലെക്സീം ആണ്. റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ലെക്സീം. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ലെക്സീം ആണ്. ആ ലെക്സീം ഏത് ടോക്കൺ ആണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട്. ഐഡന്റിഫയേഴ്സ്, കീവേർഡ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട്. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? അതൊരു ഐഡന്റിഫയർ ആണ്. ഇനി നെക്സ്റ്റ് ലെക്സീം എന്ന് പറയുന്നത് ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ? അതൊരു ഓപ്പറേറ്റർ ആണ്. ടു ബി പ്രിസൈസ്, ഇറ്റ്സ് എൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഈസ് ഇനീഷ്യൽ. അപ്പൊ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഒരു ലെക്സീം ആണ്. അത് എന്ത് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ്? അതൊരു ഐഡന്റിഫയർ ആണ്. നൗ പ്ലസ്. പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഐഡന്റിഫയർ ആണ്. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. ആൻഡ് 60. 60 എന്ന് പറയുന്നത് എന്താ? ഒരു നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിന് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു സ്ട്രീം ഓഫ് ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ സ്ട്രീം ഓഫ് ടോക്കൺസിന് നമ്മൾ എഴുതണത് ഇങ്ങനെയാണ്. ഐ ഡി ഫസ്റ്റ്. ഇപ്പൊ നോക്കി എത്ര ഐഡന്റിഫയേഴ്സ് ഉണ്ട്? ഐഡന്റിഫയർ 1, 2 and 3. റൈറ്റ്? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതണം. ഐ ഡി 1, പിന്നത്തെ ഏതാ? ഒരു ഓപ്പറേറ്റർ ആണ്, ഈക്വൽ ടു ഓപ്പറേറ്റർ. ഒ പി, പിന്നെ ഐ ഡി 2, ഐ ഡി 2 ഒ പി, ഐ ഡി 3 ഒ പി, പിന്നത്തത് ഒരു നമ്പർ. അപ്പൊ ഇതാണ് നമ്മളുടെ സ്ട്രീം ഓഫ് ടോക്കൺസ്. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് സിംപ്ലിസിറ്റി നമ്മൾ ഇത് ഇങ്ങനെ എഴുതണ്ട. നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതിയാൽ മതി? ഐ ഡി 1 ഈക്വൽ ടു ഐ ഡി 2 പ്ലസ് ഐ ഡി 3 സ്റ്റാർ 60. അപ്പൊ ഇതാണ് നമ്മളുടെ സ്ട്രീം ഓഫ് ടോക്കൺസ്. അപ്പൊ ഈ ഒരു സ്ട്രീം ഓഫ് ടോക്കൺസിനെയാണ് നമ്മൾ നെക്സ്റ്റ് ഫേസിലോട്ടേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അതായത് സിന്റാക്സ് അനലൈസറിലോട്ടേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഈ ഫസ്റ്റ് ഫേസ് ആയ ലെക്സിക്കൽ അനലൈസറിന്റെ ഔട്ട്പുട്ട് ആണ്. സോ നമ്മൾ ഈ സ്ട്രീം ഓഫ് ടോക്കൺസിനെ നെക്സ്റ്റ് ഫേസിലോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്ട്രീം ഓഫ് ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലെക്സിക്കൽ അനാലിസിസിനെ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലെക്സിക്കൽ അനാലിസിസിന്റെ വേറൊരു പേരാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ബിക്കോസ് വി ആർ സ്കാനിങ് ദ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിനെ, ഈ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ 1 by 1 ആയിട്ട് സ്കാൻ ചെയ്തിട്ടാണ് ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലെക്സിക്കൽ അനാലിസിസിനെ സ്കാനിങ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ജനറേറ്റിംഗ് ടോക്കൺസ് ഹിയർ. അതുകൊണ്ടാണ് നമ്മൾ ടോക്കണൈസേഷൻ എന്ന് വിളിക്കുന്നത്. Now the second phase is syntax analysis. It's also known as parsing. So syntax analysis ചെയ്യുന്നത് സിന്റാക്സ് അനലൈസർ ആണ്. ഇപ്പൊ ലെക്സിക്കൽ അനാലിസിസിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് ഒരു സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് ജനറേറ്റ് ചെയ്ത് കിട്ടിയത്. റൈറ്റ്? ആ സ്ട്രീം ഓഫ് ടോക്കൺസിനെ സിന്റാക്സ് അനലൈസറിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, സിന്റാക്സ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പാഴ്സ് ട്രീ ആണ്. അതല്ലെങ്കിൽ ഒരു സിന്റാക്സ് ട്രീ ആണ്. ആക്ച്വലി പാഴ്സ് ട്രീ ആൻഡ് സിന്റാക്സ് ട്രീ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബോത്ത് ആർ നോട്ട് ദ സെയിം. പക്ഷേ നമ്മളിവിടെ ഫേസസ് ഓഫ് ദ കമ്പൈലർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിഫറൻസസ് ഒന്നും നോക്കണ്ട. നമുക്ക് പാഴ്സ് ട്രീ ഓർ സിന്റാക്സ് ട്രീ ബോത്ത് സെയിം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സ്ട്രീം ഓഫ് ടോക്കൺസ് എന്തായിരുന്നു? ഐ ഡി 1 ഈക്വൽ ടു ഐ ഡി 2 പ്ലസ് ഐ ഡി 3 ഇൻറ്റു 60. ഇതായിരുന്നു നമ്മുടെ സ്ട്രീം ഓഫ് ടോക്കൺസ്. അപ്പൊ ഈ സ്ട്രീം ഓഫ് ടോക്കൺസിന് സിന്റാക്സ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സിന്റാക്സ് ട്രീ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സിന്റാക്സ് ട്രീ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എക്സ്പ്രഷനിൽ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ 3 ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈക്വൽ ടു, പ്ലസ് ആൻഡ് സ്റ്റാർ. 3 ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ സിന്റാക്സ് ട്രീ വരയ്ക്കുന്ന സമയത്ത് ഈ ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അതല്ലാന്നാണെങ്കിൽ വരക്കുന്ന സിന്റാക്സ് ട്രീ റോങ് ആയിരിക്കും. അപ്പൊ ഈ തന്നേക്കുന്ന 3 എണ്ണത്തില് ഹയസ്റ്റ് പ്രിസിഡൻസ് ആർക്കാ? മൾട്ടിപ്ലിക്കേഷന്. റൈറ്റ്? അപ്പൊ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വേണം പെർഫോം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ലാസ്റ്റ് ആയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന് ലീസ്റ്റ് പ്രയോറിറ്റി ആണുള്ളത്. ഇനി സെയിം സിമ്പിൾസ് തന്നെ 2 തവണ വരെയെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ 2 തവണ, അല്ലെങ്കിൽ അഡീഷൻ 2 തവണ, അങ്ങനെ സെയിം സിമ്പിൾ തന്നെ 2 തവണ വരെയാണെങ്കിൽ
ആ സമയത്ത് നമ്മൾ അസോസിയേറ്റിവിറ്റിയും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്പറേറ്ററിന്റെ ഓപ്പറൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ID3 ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് 60 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഒരു ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ ID3 എന്ന് പറയുന്ന ഓപ്പറൻഡ് ഉണ്ട്, റൈറ്റ് സൈഡിൽ 60 എന്ന് പറയുന്ന ഓപ്പറൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു റിസൾട്ടിന് നമ്മൾ ID2 ആയിട്ട് ആഡ് ചെയ്യണം. സോ ദ സെക്കൻഡ് ഓപ്പറേഷൻ ഈസ് അഡീഷൻ. അപ്പൊ അഡീഷന്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ID2. റൈറ്റ് സൈഡിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്, ആ റിസൾട്ട് ആണ് ഇവിടെ ഈ ഒരു നോഡിൽ നമുക്ക് കിട്ടുക. അപ്പൊ അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇത്രയും എക്സ്പ്രഷന്റെ റിസൾട്ട് കിട്ടി. ഇനി ആ റിസൾട്ടിനെയാണ് നമുക്ക് ID1 അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ദ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് അസൈൻമെന്റ്. അപ്പൊ അസൈൻമെന്റിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച വാല്യൂ. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ? നമ്മുടെ ID1. അപ്പൊ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സിന്റാക്സ് ട്രീ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇതിന്റെ ഇന്നർ നോഡ്സ് ഈ ഈക്വൽ ടു, പ്ലസ് ആൻഡ് സ്റ്റാർ. അപ്പൊ ഇതൊക്കെ എന്താ? ഓപ്പറേറ്റേഴ്സ് ആണ്. ആൻഡ് ദ ലീഫ് നോഡ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഐഡന്റിഫയേഴ്സും 60, അതായത് ടെർമിനൽസ് ഒക്കെയാണ് നമുക്ക് ലീഫ് നോഡ്സിൽ വരുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്റീരിയർ നോഡ്സിൽ അല്ലെങ്കിൽ ഇന്നർ നോഡ്സിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ സിന്റാക്സ് ട്രീ. ഇനി ഈ ഒരു സിന്റാക്സ് ട്രീനെയാണ് നമ്മൾ തേർഡ് ഫേസിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, അതായത് സിമാന്റിക് അനാലിസിസിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് തേർഡ് ഫേസ് എന്താന്ന് കാണാം. ദ തേർഡ് ഫേസ് ഈസ് സിമാന്റിക് അനാലിസിസ്. അപ്പൊ സിമാന്റിക് അനലൈസറിലോട്ട് നമ്മൾ എന്താ ഇൻപുട്ട് കൊടുക്കണം? നമുക്ക് പ്രീവിയസ് ഫേസ് ആയ സിന്റാക്സ് അനലൈസറിന്റെ ഔട്ട്പുട്ട്. സിന്റാക്സ് അനലൈസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിന്റാക്സ് ട്രീ അല്ലെങ്കിൽ ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായി. അതാണ് നമ്മൾ സിമാന്റിക് അനാലിസിസിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സിമാന്റിക് അനലൈസറിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? സിമാന്റിക് അനലൈസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിന്റാക്സ് ട്രീ തന്നെയാണ്, പക്ഷെ അതിന് നമ്മൾ പറയണത് അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ. ഓക്കെ, അപ്പോൾ സിമാന്റിക് അനലൈസറിന്റെ ഇൻപുട്ട് സിന്റാക്സ് ട്രീ ഓർ പാഴ്സ് ട്രീ ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ. അപ്പൊ നമുക്ക് ഇനി അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ എന്താന്ന് നോക്കാം. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ സിന്റാക്സ് ട്രീ. സിന്റാക്സ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ സിന്റാക്സ് ട്രീ ഇതായിരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു സിന്റാക്സ് ട്രീ കിട്ടിക്കഴിഞ്ഞാൽ സിമാന്റിക് അനലൈസർ എന്താ ചെയ്യുക? സിമാന്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നുള്ളതാണ്. അപ്പൊ സിമാന്റിക് അനലൈസർ ഇതിന്റെ മീനിങ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ വരച്ചേക്കുന്ന സിന്റാക്സ് ട്രീ നമ്മളുടെ ലാംഗ്വേജിന്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് സിമാന്റിക് അനലൈസറിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇവിടെ സിമാന്റിക് അനലൈസറിൽ മെയിൻ ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടൈപ്പ് ചെക്കിംഗ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ ഓഫ് സിമാന്റിക് അനലൈസർ. അതായത് ഓരോ ഓപ്പറൻസിന്റെയും ടൈപ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ടൈപ്പ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഓപ്പറൻസിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യലാണ് ടൈപ്പ് ചെക്കിംഗ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു സിന്റാക്സ് ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ID1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൊസിഷൻ. ID2 എന്ന് പറയുന്നത് ഇനീഷ്യൽ. ID3 എന്ന് പറയുന്നത് റേറ്റ്. അപ്പൊ നമ്മൾ ഈ 3 വേരിയബിൾസിനെയും ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തതെന്ന് വിചാരിക്കും. പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയേ. ID1 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്, ID2 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്, ID3 എന്ന് പറയുന്നതും ഫ്ലോട്ട് ആണ്. പക്ഷെ ഇവിടെ ഉള്ള ഈ ഒരു നമ്പർ 60 എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് മാത്രം എന്താ? ദാറ്റ് ഈസ് എൻ ഇന്റിജർ, റൈറ്റ്? സോ ഹിയർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഒരു ഫ്ലോട്ടും ഒരു ഇന്റിജറും തമ്മിലാണ്. അപ്പൊ ആക്ച്വലി അവിടെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 60 എന്ന് പറയുന്ന ഇന്റിജറിനെ കമ്പൈലർ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി ഇന്റിജറിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഓട്ടോമാറ്റിക് കൺവേർഷനെയാണ് നമ്മൾ കൊയേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചില ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷനെയാണ് നമ്മൾ കൊയേർഷൻ എന്ന് പറയുന്നത്. ഈ കൊയേർഷൻസ് ഒക്കെ നമ്മൾ നടത്തുന്നത് ടൈപ്പ് ചെക്കിങ്ങിന്റെ സമയത്ത്. അപ്പൊ ഈ ടൈപ്പ് ചെക്കിങ്ങും കൊയേർഷനും ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ സിന്റാക്സ് ട്രീ എങ്ങനെയായി മാറും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ 60 എന്നുള്ളതിനെ നമ്മൾ ഇന്റിജർ എന്നുള്ളത് മാറ്റിയിട്ട് അതിനെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? അപ്പൊ അങ്ങനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ എല്ലാ ഓപ്പറൻസും ഫ്ലോട്ടിലോട്ടേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ സിന്റാക്സ് ട്രീനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വരക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ആക്ച്വൽ സിന്റാക്സ് ട്രീ. ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ 60 ഇവിടുന്ന് മാറ്റും. എന്നിട്ട് നമ്മൾ അവിടെ ഇന്റ് ടു ഫ്ലോട്ട് കൺവേർഷൻ. എന്തിനാ? 60 എന്ന് പറയുന്ന വാല്യൂവിന്.
ഈ 60 എന്ന് പറയുന്ന വാല്യൂവിന് അതൊരു ഇന്റിജർ ആണ്, ഇന്റിജർ ടു ഫ്ലോട്ട് കൺവേർഷൻ ചെയ്തിട്ട് ആ കൺവേർട്ടഡ് ആയിട്ടുള്ള ഫ്ലോട്ട് വാല്യൂവിനെയാണ് നമ്മൾ ID3 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള സിന്റാക്സ് ട്രീ, ഈ മോഡിഫൈഡ് സിന്റാക്സ് ട്രീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് സിമാന്റിക് അനാലിസിസിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടൈപ്പ് ചെക്കിംഗ് ആണ്. ടൈപ്പ് ചെക്കിംഗിന്റെ സമയത്താണ് നമ്മൾ കൊയേഷൻസ് നടത്തുന്നത്. Now let's move on to the next phase. Now the fourth phase is intermediate code generator. Intermediate code generator നെ നമ്മൾ ഷോർട്ട് ആയിട്ട് ICG എന്ന് എഴുതും. അപ്പൊ intermediate code generatorന്റെ ഡ്യൂട്ടി എന്താ? ഇതിലോട്ട് നമ്മൾ കൊടുക്കുന്ന annotated parse tree അത് യൂസ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഫേസസ് ഓഫ് കമ്പൈലർ പഠിക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് കോഡിന്റെ എക്സാമ്പിൾ ആയിട്ട് 3 അഡ്രസ് കോഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ ഇതിൽ നിന്ന് എങ്ങനെയാണ് 3 അഡ്രസ് കോഡ് എഴുതുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പാഴ്സ് ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ബോട്ടമിൽ നിന്ന് മുകളിലോട്ടേക്കാണ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെയുള്ള ഓപ്പറേഷൻ എന്താ? ഈ 60 എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂവിനെ നമ്മൾ ആദ്യം ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും, റൈറ്റ്? ഇൻറ്റു ടു ഫ്ലോട്ട് കൺവേർഷൻ ഓഫ് 60. അതാണ് നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡ് എഴുതാം. T1 ഈക്വൽ ടു ഇൻറ്റു ടു ഫ്ലോട്ട് ഓഫ് 60. 60 എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂവിനെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് T1 എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് വൺ എന്താ? ഇപ്പൊ നമുക്ക് കിട്ടിയ 60 എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂ ID3യും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, റൈറ്റ്? So T3 equal to ID3 multiplied by T1. T1 ആണ് നേരത്തെ കിട്ടിയ റിസൾട്ട്. അതിനെ ID3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് T2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് എന്താ? ഇപ്പൊ നമ്മൾ കിട്ടിയ റിസൾട്ടിനെ ID2 ആയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ T2. T2നെ ID2 ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ റിസൾട്ടിനെ നമ്മൾ T3 എന്ന് പറയുന്ന വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് എന്തിലുണ്ട്? T3 എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പൊ ഇത്രയും വാല്യൂസ് ഉണ്ട്, റൈറ്റ്? ഇനി ഈ T3 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? ID1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അല്ലെങ്കിൽ ID1 എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിഫയറിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം, റൈറ്റ്? സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ID1ലോട്ട് നമ്മൾ T3നെ സ്റ്റോർ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളുടെ 3 അഡ്രസ് കോഡ്. ഇതിന് നമ്മൾ 3 അഡ്രസ് കോഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് ഈ ഒരു കോഡില് ഏതൊരു സ്റ്റേറ്റ്മെന്റ് എടുത്താലും അതില് അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സസ് ആണ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് 3 ഓപ്പറൻസ് ആണ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്തേ. ഇപ്പൊ ഇതില് എത്ര ഓപ്പറൻസ് ഉണ്ട്? T2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, ID3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതേപോലെ T1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാക്സിമം 3 ഓപ്പറൻസ് അല്ലെങ്കിൽ 3 അഡ്രസ്സസ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിയാലും T3, ID2, T2 ഇവിടെയാണെങ്കിലും 3 അഡ്രസ്സസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ മാക്സിമം 3, മാക്സിമം എന്നാണ് പറയുന്നത്. 3ൽ കുറവ് വരാം. ഇപ്പൊ ലാസ്റ്റ് വന്ന് നോക്കിയേ, ID1 ആൻഡ് T3 രണ്ടെണ്ണം ഉള്ളൂ അല്ലെ? അതിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മാക്സിമം 3 അഡ്രസ്സസ് ആണ് അല്ലെങ്കിൽ 3 ഓപ്പറൻസ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. അതാണ് 3 അഡ്രസ് കോഡിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 3 അഡ്രസ് കോഡിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിലെ ഓരോ സ്റ്റേറ്റ്മെന്റിലും അപ്പാർട്ട് ഫ്രം അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈ ഈക്വൽ ടു അല്ലാണ്ട് ഇതിന്റെ അകത്ത് മാക്സിമം 1 ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 ഓപ്പറേറ്റർ ആണ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇതിൽ ഈക്വൽ ടു കൺസിഡർ ചെയ്യേണ്ട, ഈക്വൽ ടു അല്ലാണ്ട് ഇതിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആവുള്ളൂ. നെക്സ്റ്റ് വൺ നോക്കിയാലും ഈക്വൽ ടു അല്ലാണ്ട് ഒരു പ്ലസ് മാത്രമേ ഉള്ളൂ. ഇനി ഈക്വൽ ടു അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം 1 ഓപ്പറേറ്റർ ആണ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഒരു തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ T1, T2, T3 എന്നൊക്കെ പറയുന്നത് ടെമ്പററി വേരിയബിൾസ് ആണ് അല്ലെ? അപ്പൊ ആ ടെമ്പററി വേരിയബിൾസ് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള വേരിയബിൾസ് അല്ലാണ്ട് നമ്മുടെ ഇന്റർമീഡിയറ്റ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ T1, T2 എന്നൊക്കെ പറയുന്ന ടെമ്പററി വേരിയബിൾസിനെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് 3 അഡ്രസ് കോഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർത്ത് ഫേസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിന്റെ 3 അഡ്രസ് കോഡ് നമുക്കിപ്പോ ജനറേറ്റ് ചെയ്തിട്ട്, അതായത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട്. ഇനി ഈ ഒരു ഇന്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ 5th ഫേസ് ആയ കോഡ് ഒപ്റ്റിമൈസറിലോട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് 5th ഫേസ് നോക്കാം, കോഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്തിനാ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കുറെ കൂടി ബെറ്റർ കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാം.
കുറെ കൂടി നമ്മളുടെ കോഡിനെ നമ്മളിപ്പോ കിട്ടിയേക്കുന്ന 3 അഡ്രസ് കോഡിനെ കുറെ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ഓരോ ടെക്നിക്കും എന്താണെന്നുള്ളത് ഡിഫറെന്റ് ടെക്നിക്കുകൾ നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു 3 അഡ്രസ് കോഡിനെ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, T1 equal to into to float of 60. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? അപ്പൊ into to float of 60 എന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടി വന്നത് അല്ലെ. ഇനി ആ ഓപ്പറേഷൻ യൂസ് ചെയ്യണ്ടെന്നാണെങ്കിലോ നമുക്ക് ഈ 60 എന്നുള്ളതിനെ ഡയറക്റ്റ് 60.0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഫ്ലോട്ട് വാല്യൂ ആയിട്ട് മാറിയില്ലേ. അപ്പൊ പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ഒരു കൺവേർഷന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ T1 എന്ന് പറയുന്നതിൽ 60.0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് T2 equal to ID3 into T1 എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ T1 എന്നുള്ള ഒരു വേരിയബിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പകരം എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് 60.0 എന്ന് പറയുന്ന വാല്യൂവിനെ അവിടെ കൊടുത്താൽ മതി. സോ അതായിരിക്കും കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ID3 എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ 60.0 എന്ന് പറയുന്നത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്നത് T2ലാണ്, പക്ഷെ ഇവിടെ നമ്മൾ T1 എന്ന് പറയുന്നത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് T1ലോട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ, അതായത് നമ്മളുടെ ഈ വാല്യൂ T2ലല്ല, ഇപ്പൊ നമുക്ക് നിലവിൽ T1ലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ T2ന് പകരം T1 എന്ന് എഴുതണം, റൈറ്റ്. അപ്പൊ ID2 പ്ലസ് T1 എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് നമ്മൾ നെക്സ്റ്റ് ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് T2 എന്ന് പറയുന്ന ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T2 equal to ID2 plus T1. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ID1 equal to T3. പക്ഷെ നമ്മൾ T3 അല്ല, T3ക്ക് പകരം T2 ആണ് യൂസ് ചെയ്തത് അല്ലെ. അപ്പോ ID1 equal to T2. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ID1 equal to T2. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? ഈ T2 എന്ന് പറയുന്ന വേരിയബിൾ തന്നെ ആവശ്യമില്ല. എന്തുകൊണ്ടാ, നമുക്ക് ഈ T2നെ നമ്മൾ ID1ലോട്ടല്ലേ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇവിടെ T2 കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ID1 കൊടുത്താലോ. അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും. T1 T2 എന്ന് പറയുന്ന 2 ടെമ്പററി വേരിയബിൾസിന് പകരം ഒരൊറ്റ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്താൽ മതിയാവും അല്ലെ, T1 മാത്രം മതി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. Here we can write ID1 directly. Okay, അപ്പൊ നേരത്തെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്ന 3 അഡ്രസ് കോഡിനെ നമ്മളിപ്പോ എന്ത് ചെയ്തു, 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറെ കൂടി ഫാസ്റ്റർ റണ്ണിങ് ആയിട്ടുള്ള കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്പർ ഓഫ് ലൈൻസ് റെഡ്യൂസ് ചെയ്തു, നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് വേരിയബിൾസ് റെഡ്യൂസ് ചെയ്തു, നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ ഒരു ഇൻറ്റു ടു ഫ്ലോട്ട് കൺവേർഷൻ വരെ ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻസ് ചെയ്യുന്നത്. സോ 5th ഫേസ് എന്തായിരുന്നു, കോഡ് ഒപ്റ്റിമൈസർ ആണ്. കോഡ് ഒപ്റ്റിമൈസറിലോട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് ഒരു ഇന്റർമീഡിയറ്റ് കോഡാണ്. ആ കോഡിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒപ്റ്റിമൈസ്ഡ് കോഡ് ഔട്ട്പുട്ട് കിട്ടി. നമ്മളുടെ ലാസ്റ്റ് ഫേസ് 6th ഫേസ് എന്തായിരുന്നു, കോഡ് ജനറേറ്റർ. കോഡ് ജനറേറ്റർ അല്ലെങ്കിൽ ടാർഗറ്റ് കോഡ് ജനറേറ്റർ. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒപ്റ്റിമൈസ് ചെയ്ത കോഡില്ലേ, ഈ കോഡിന് നമ്മൾ കോഡ് ജനറേറ്ററിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഈ കോഡ് ജനറേറ്റർ ആണ് നമ്മളുടെ ടാർഗറ്റ് പ്രോഗ്രാമിനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ലോ ലെവലിലുള്ള ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് ആണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പൊ ഈ കിട്ടണ ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ടാർഗറ്റ് പ്രോഗ്രാം ആണ് നമ്മുടെ കമ്പൈലറിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കണ്ട ഒപ്റ്റിമൈസ്ഡ് കോഡില്ലേ, ഈ ഒപ്റ്റിമൈസ്ഡ് കോഡിനെ ടാർഗറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. ടാർഗറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രജിസ്റ്റേഴ്സ് തമ്മിലാണ് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ID3 into 60 ആണ്. 60 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് എന്ന് പറയും. ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഇമ്മീഡിയറ്റ് വാല്യൂസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഈ വേരിയബിൾസിനെ നമ്മൾ രജിസ്റ്ററിലോട്ട് കൊണ്ടുവരണം. സോ ID3നെ ആദ്യം നമ്മളൊരു രജിസ്റ്ററിലോട്ട് കൊണ്ടുവരണം. സോ ലോഡ് LD എന്ന് പറയുന്ന ലോഡ്, LDF എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ട് എന്നുള്ളത്, ലോഡ് ഫ്ലോട്ട്. അതായത് ID1, ID2, ID3 ഒക്കെ നമ്മൾ ഫ്ലോട്ട് വാല്യൂസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് F യൂസ് ചെയ്തേക്കണം. LDF R0, ID3.
അപ്പൊ ID3 എന്ന് പറയുന്ന വാല്യൂവിനെ ഇപ്പൊ ഞാൻ എന്തിൽ കൊണ്ടുവന്നു, ഇത് R0-ലുണ്ട്. ഓക്കെ, ഇനി R0 into 60 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതാം, മൾ F. നമുക്ക് R0-യും 60-യും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ R0, 60. 60 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വാല്യൂ ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് കാട്ടാനാണ് നമ്മൾ ഹാഷ് കൊടുക്കുന്നത്, ഹാഷ് 60.0. ഇപ്പൊ നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ, അതായത് T1 എന്ന് പറയുന്ന വാല്യൂ എന്തിലുണ്ട്, ഈ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂവിനെ നമ്മൾ R0-ക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ T1 എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ നമ്മുടെ R0-ല് ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ R0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എന്താ, ID2-ഉം R0-ഉം കൂടി നമുക്ക് ആഡ് ചെയ്യണം. അഡീഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ ID2-വിനെ നമുക്ക് ഒരു രജിസ്റ്ററിലോട്ടേക്ക് ലോഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ പുതിയൊരു രജിസ്റ്റർ R1 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ LDF R1, ID2. ഇപ്പൊ ID2-ന്റെ വാല്യൂ R1-ലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, R1-ഉം R0-ഉം തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് F R1, R0. സോ R1-ഉം R0-ഉം കൂടി നമ്മൾ ആഡ് ചെയ്ത റിസൾട്ട് ഇപ്പൊ എന്തിലുണ്ട്, R1-ലുണ്ട്. ഇനി ഈ R1 എന്ന് പറയുന്ന വാല്യൂ, അതായത് നമ്മുടെ ഫൈനൽ റിസൾട്ട്, ആ റിസൾട്ടിനെ ID1-ലോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, റൈറ്റ്? അപ്പൊ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് STF ID1, R1. അപ്പൊ നമ്മൾ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലെ ഫൈനൽ റിസൾട്ടിനെ ID1 എന്ന് പറയുന്ന ഐഡന്റിഫയറിലോട്ടേക്ക് സ്റ്റോർ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് കോഡ്, ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പൈലർ. സോ നമ്മുടെ ഇനീഷ്യൽ സോഴ്സ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് ആയ പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫേസസ് ഓഫ് ദ കമ്പൈലറിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സിമ്പിൾ ടേബിൾ മാനേജറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു എറർ ഹാൻഡ്ലറും ഉണ്ട്, അല്ലെ? സിമ്പിൾ ടേബിൾ മാനേജർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് ഈ ഫേസസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറെ സിമ്പിൾസ് കാണില്ല, അതായത് നമ്മുടെ ഐഡന്റിഫയേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ സിമ്പിൾസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഓരോ വേരിയബിളും എന്താണ്, അത് എന്ത് ടൈപ്പ് ആണ്, അതിന്റെ വാല്യൂ എന്താണ്, മെമ്മറി അഡ്രസ് എന്താണ്, അങ്ങനത്തെ കുറെ ആട്രിബ്യൂട്ട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സിമ്പിൾ ടേബിളിൽ. അതേപോലെ എറർ ഹാൻഡ്ലർ എന്ന് പറയുന്നത് ഈ ഓരോ ഫേസിലും നമുക്ക് ഉണ്ടാവുന്ന എറേഴ്സിനെ യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ എറർ ഹാൻഡ്ലർ ആണ്. അപ്പൊ ഈ സിമ്പിൾ ടേബിൾ മാനേജർ ആയാലും എറർ ഹാൻഡ്ലർ ആയാലും ത്രൂ ഔട്ട് ദ എൻറ്റയർ ഫേസസ്, ഈ 6 ഫേസസുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് സിമ്പിൾ ടേബിൾ മാനേജറും എറർ ഹാൻഡ്ലറും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫേസസ് ഓഫ് ദ കമ്പൈലറിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ വരക്കുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ എന്തും കൂടി എഴുതണം, ഓരോന്നിന്റെയും ഔട്ട്പുട്ടും കൂടി കൊടുക്കുക. സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്. ആ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് ഫേസ് ആയ ലെക്സിക്കൽ അനലൈസറിൽ കൊടുക്കുന്നു. അപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ട്രീം ഓഫ് ടോക്കൻസ്. ഇനി ഈ സ്ട്രീം ഓഫ് ടോക്കൻസിനെ നമ്മൾ സിൻടാക്സ് അനലൈസറിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു സിൻടാക്സ് ട്രീ കിട്ടും, ഓർ എ പാഴ്സ് ട്രീ. ഇനി ഈ പാഴ്സ് ട്രീനെ സിമാന്റിക് അനലൈസറിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒരു അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ ആയിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇനി അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യുന്നത്, യൂസിങ് ആൻ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. ഇനി നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് കോഡിൽ എന്ത് ചെയ്യും, കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡ് കിട്ടും. ഈ ഒപ്റ്റിമൈസ്ഡ് കോഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റിൽ ഇൻ ആൻ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി ആ ഒപ്റ്റിമൈസ്ഡ് കോഡിനെ നമ്മൾ ഫൈനൽ കോഡ് ജനറേറ്ററിൽ കൂടി പാസ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം, അതായത് അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിലെ ഫസ്റ്റ് 4 ഫേസസ് ലെക്സിക്കൽ, സിൻടാക്സ്, സിമാന്റിക് ആൻഡ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, ഈ 4 ഫേസുകൾ നമ്മൾ പറയണത് അനാലിസിസ് ഫേസ് എന്നാണ്, അനാലിസിസ് ഫേസസ്. അതേപോലെ ലാസ്റ്റ് 2 ഫേസസ് കോഡ് ഒപ്റ്റിമൈസർ ആൻഡ് കോഡ് ജനറേറ്റർ, ഈ ലാസ്റ്റ് 2 ഫേസസിനെ നമ്മൾ സിന്തസിസ് ഫേസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് 4 അനാലിസിസ് ഫേസസ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ഓഫ് ദ കമ്പൈലർ ആണ്. അതേപോലെ ലാസ്റ്റ് 2 ഫേസസ് സിന്തസിസ് ഫേസസ് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ഓഫ് ദ കമ്പൈലർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി അതിൽ നോട്ട് ചെയ്യാം. ഓക്കെ, so I hope everything is clear. This is very important topic, so you have to study it very well. Don't skip this topic. Okay, so see you soon in the next video, and this is me, Naufla TS, signing off from Egimendo. Happy learning.